ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു K2 അപ്ഡേറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് മിനിമം ക്രെഡിറ്റ് സിസ്റ്റം. ഈ പറയുന്ന സിസ്റ്റം 2024-25 അക്കാഡമിക് ഇയറിൽ ഇംപ്ലിമെൻ്റ് ആക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി ഇന്നലത്തെ മീറ്റിങ്ങിൽ അറിയിച്ചേക്കുന്നത്. സോ ഈ ക്രെഡിറ്റ് സിസ്റ്റം എങ്ങനെയാണ് അപ്ലൈ ആവുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. ബിടെക്കിന് 8 സെം എല്ലാം കൂടെ 162 ക്രെഡിറ്റ് ആണ് ഉള്ളത്. ഇതിൽ ഫസ്റ്റ് ഇയറിൽ 2 സെമ്മിന് 21 ക്രെഡിറ്റ് കിട്ടിയാലാണ് നമുക്ക് 5th സെം, അതായത് തേർഡ് ഇയറിൽ പ്രവേശിക്കാൻ കഴിയും. അതേപോലെ ആദ്യം 4 സെമ്മിൽ നിന്ന് 47 ക്രെഡിറ്റ് കിട്ടിയാലാണ് 4th ഇയറിൽ നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ലെറ്റായി വന്നവർക്ക് S7 കയറാൻ മാത്രമാണ് ക്രെഡിറ്റ് ഉള്ളത്. അത് വേറെ 9 ക്രെഡിറ്റ് ആണ് ഉള്ളത്. കുറേ വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് ഈ പറയുന്ന ക്രെഡിറ്റ്സ് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നോ. അത് ഞാനൊരു സിമ്പിൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി നിലവിൽ സെക്കൻഡ് ഇയറിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് 5th സെമ്മിലേക്ക് പോകുമ്പോൾ 21 ക്രെഡിറ്റ് വേണമല്ലോ. പക്ഷേ ഈ എന്ന് പറയുന്ന കുട്ടിക്ക് ഈ പറയുന്ന 21 ക്രെഡിറ്റ് ഇല്ലാതെ ഇരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ 1 വർഷം കൊണ്ട് ബാക്ക് പേപ്പേഴ്സ് എല്ലാം എഴുതി ക്രെഡിറ്റ്സ് സെറ്റാക്കി വെക്കണം. എന്നിട്ട് എൻ്റെ ജൂനിയേഴ്സിനൊപ്പമായിരിക്കും അടുത്ത വർഷം SY പഠിക്കാൻ കഴിയുന്നത്. അതേ സമയമാണ് എൻ്റെ കൂടെ ആദ്യം പഠിച്ച ബാച്ചിലെ കുട്ടികൾ S7 പഠിക്കുന്നത്. ഇങ്ങനത്തെ അവസ്ഥയിലാണ് ഒരു വിദ്യാർത്ഥി ഇയർ ബാക്കായി പോകുന്നത്. 2015 സ്കീമിൻ്റെ ടൈമിൽ ഇവൻ സംബന്ധിച്ച റിസൾട്ട്സ് എല്ലാം പബ്ലിഷ് ആക്കിയ ശേഷം വിദ്യാർത്ഥികളെ അടുത്ത സെമ്മിലേക്ക് പഠിക്കാൻ സമ്മതിക്കുമായിരുന്നു. ബട്ട് നിങ്ങളുടെ കേസിൽ അങ്ങനെ ഒന്നും പറയുന്നുമില്ല. അതെന്താണെന്ന് വെച്ചാൽ 15 സ്കീം തുടങ്ങിയ ടൈമിൽ ഓഡ് സെമ്മിൽ ഓഡ് എക്സാമും ഇവൻ സെമ്മിൽ ഇവൻ എക്സാം മാത്രമായിട്ടായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അന്ന് കറക്റ്റായിട്ട് എക്സാം നടത്തിയിട്ടുമില്ലായിരുന്നു. അതേപോലെ റിസൾട്ട് എല്ലാം നല്ല ഡിലേയും ആയിരുന്നു. അതുകൊണ്ടാണ് ഇയർ ബാക്ക് എന്ന പേരിൽ അന്ന് പ്രൊട്ടസ്റ്റ് ഉണ്ടായത്. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ K2 പ്രൊട്ടസ്റ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, ഒരുപാട് പ്രൊട്ടസ്റ്റ് നടത്തിയ സമയമായിരുന്നു 2017 എന്ന് പറയുന്നത്. ഇതേ സമയം തന്നെയായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഇയർ ബാക്കിൻ്റെ പേരിൽ ഒരു ഡിബേറ്റ് വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി കാണൂല അന്ന് എന്തോരം പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടാണ് ആ ഒരു ലെവലിൽ വരെ എത്തിയത്. എന്താണെന്ന് വെച്ചാൽ അന്ന് അത്രയ്ക്ക് ഒരു സീരിയസ് സിറ്റുവേഷൻ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. 19 സ്കീമിൻ്റെ കേസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓഡ് സെമസ്റ്റർ എക്സാമിനേഷനും ഇവൻ സെമസ്റ്റർ എക്സാമിനേഷനും 1 വർഷം 2 വട്ടമായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് K2 ഇവൻ സെമസ്റ്ററിൻ്റെ ക്രെഡിറ്റ് പരിഗണിക്കാതെ ഇരിക്കുന്നത്. 15 സ്കീമിന് കിട്ടാത്ത ആനുകൂല്യങ്ങളൊക്കെയാണ് 19 സ്കീം തുടങ്ങിയപ്പോൾ കിട്ടിയത്. നിങ്ങൾക്ക് പാസ് മാർക്ക് 40 കുറച്ച് തന്നിട്ടുമുണ്ട്. ഗ്രേസ് മാർക്കും ഇഷ്യൂ ചെയ്തിട്ടുള്ളൊരു സ്കീമാണ് 19 സ്കീം എന്ന് പറയുന്നത്. മോർ ഓവർ ഈ ഒരു മെത്തേഡ് വെച്ച് നിലവാരം കൂട്ടാനാണ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പഴയ ഒരു ഡിബേറ്റിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണമെങ്കിൽ ഓരോ സെമസ്റ്റർ കഴിഞ്ഞിട്ട് അടുത്ത സെമസ്റ്ററിലേക്ക് കടക്കുന്ന കുട്ടികൾ കൃത്യമായും നമ്മൾ നിശ്ചയിക്കുന്ന അത്രയും പേപ്പറുകൾ പാസ്സായതിനു ശേഷം മാത്രം കടന്നാൽ മതി എന്ന ഒരു നിർദ്ദേശമാണ് സർവകലാശാല മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ലോകവ്യാപകമായി ഈ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന തത്വവും അതുതന്നെയാണ്. അതില്ലാതെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ 8ാം സെമസ്റ്ററിലിരിക്കുന്ന കുട്ടികൾ പലരും 1ാം സെമസ്റ്ററിലെ പേപ്പർ പോലും ഇതുവരെ പാസ്സാകാത്ത കുട്ടികൾക്കും ഇരിക്കാമെന്നുള്ളൊരവസ്ഥ. അങ്ങനെയുള്ള കുട്ടികൾ സമർത്ഥരായ കുട്ടികൾക്കൊപ്പം ക്ലാസ്സുകൾ ഇങ്ങനെ തുടർന്നിരിക്കുമ്പോൾ അത് അവരെയും ബാധിക്കുന്നുണ്ട്. ഈ പരീക്ഷ പാസ്സാകാത്ത കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിന് യാതൊരു പ്രയോജനവുമില്ലാത്ത വിധത്തിൽ അവൻ പഠിക്കുന്ന സ്ഥാപനത്തിനൊരു ബാധ്യതയായി, അവനും അവൻ്റെ കുടുംബത്തിനും ബാധ്യതയായി ഈ കുട്ടികൾ മാറുകയാണ്. അതിനൊരു പരിഹാരം എന്നുള്ള നിലയിലാണ് ക്ലാസ് കയറ്റം വേണമെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന അത്രയും പേപ്പറുകൾ പാസ്സായതിനു ശേഷമേ ക്ലാസ് കയറ്റം നൽകുകയുള്ളൂ, അടുത്ത സെമസ്റ്ററിലേക്ക് അവരെ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നതാണ് ഇയർ ഔട്ട് എന്നുള്ള സംവിധാനത്തിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത്. സാങ്കേതിക മെയിൽ ഗ്രീവൻസ് ടിക്കറ്റ് അയക്കുന്നതിൽ കാര്യമില്ല. നിങ്ങൾ നേരിട്ട് അധികൃതരെ പോയി കണ്ടാലാണ് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുള്ളൂ. സോ ഇവിടെ മെയിനായിട്ട് നിങ്ങൾ ക്രെഡിറ്റ്സ് കിട്ടാനാണ് പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ടത്. അതായിരിക്കണം നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി. ഇയർ ബാക്ക് എടുത്ത് മാറ്റാൻ യൂണിവേഴ്സിറ്റി തയ്യാറാവില്ല. എന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷമാണ് ഇയർ ബാക്ക് കൊണ്ടുവന്നത്. സോ ക്രെഡിറ്റ്സ് ഇത്തവണ നടക്കുന്ന എക്സാമിന് പരിഗണിക്കണം എന്നതായിരിക്കണം നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റിയും യൂണിവേഴ്സിറ്റിയെ ബോധിപ്പിക്കേണ്ടതും. ഫോർ മോർ ഇൻഫർമേഷൻ സബ്സ്ക്രൈബ് ടു K2 അപ്ഡേറ്റ്സ്.